വികസനത്തിൻ്റെ പാതയിൽ പുതുചരിത്രം കുറിച്ച് മുന്നേറുകയാണ് മാറാടി ഗ്രാമപഞ്ചായത്ത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നടത്തിയ മികവുറ്റ പദ്ധതികളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ വേറിട്ട് നിർത്തുന്നത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പദ്ധതി വിഹിതം ചിലവഴിക്കുന്നതിൽ സംസ്ഥാനത്തിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്നതാണ് മാറാടി ഗ്രാമപഞ്ചായത്ത്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിൽ ജില്ലയിൽ ഒന്നാമതാകുവാനും മാറാടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വികസനത്തിൻ്റെ പാതയിൽ പുതുചരിത്രം കുറിച്ച് മുന്നേറുകയാണ് മാറാടി ഗ്രാമപഞ്ചായത്ത്. ശ്രീമതി ലതാ ശിവന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സംസ്ഥാനത്തിനാകെ മാതൃകയായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പശ്ചാത്തല മേഖലയിൽ പല വാർഡുകളിലും പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ തന്നെ പറയാം, എൻ്റെ ചങ്ങാലിമറ്റം റോഡ് ഏകദേശം 30 വർഷത്തോളമായി റോഡ് വെട്ടി പൂർത്തീകരിക്കാനാകാതെ ഒരു പറമ്പിൻ്റെ വ്യത്യാസത്തിൽ റോഡ് മുറിയാതെ കിടന്ന റോഡ് നമുക്ക് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാനും ആ പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മികവിൻ്റെ അംഗീകാരമായി നിരവധിയായ അംഗീകാരങ്ങളാണ് മാറാടി പഞ്ചായത്തിനെ തേടിയെത്തിയത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നടത്തിയ മികവുറ്റ പദ്ധതികളാണ് ഭരണസമിതിയെ വേറിട്ട് നിർത്തുന്നത്. സംസ്ഥാനത്തിൽ തന്നെ പദ്ധതി വിഹിതം ചിലവഴിച്ചതിൽ മുൻനിരയിലാണ് പഞ്ചായത്തിൻ്റെ സ്ഥാനം. ഈസ്റ്റ് മാറാടി പെരുമൊഴി ബൈപ്പാസ് ഇപ്പോൾ MC റോഡിൽ കൂടി വരുന്ന യാത്രക്കാർക്ക് ഏറ്റവും എളുപ്പമായിട്ട് എറണാകുളത്തേക്ക് കട്ട് ചെയ്ത് എത്തുവാൻ കഴിയുന്ന വലിയൊരു ഗതാഗത മാർഗമായിട്ട് അത് വികസിപ്പിച്ച് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാമത്തിലെ പല ഇടറോഡുകളും വളരെ വീതി കുറഞ്ഞ ഇടവഴികൾ പോലും ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് വാഹന ഗതാഗതത്തിന് യോഗ്യമാക്കിക്കൊണ്ട് നമുക്ക് അവതരിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിൽ ജില്ലയിൽ ഒന്നാമതാകുവാൻ പഞ്ചായത്തിന് സാധിച്ചു. സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടെ 10ഓളം പുതിയ റോഡുകളാണ് പഞ്ചായത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. 12 അടി വീതിയിൽ 2 കിലോമീറ്റർ നീളത്തിലാണ് നമ്മൾ റോഡ് വെട്ടിയിരിക്കുന്നത്. ആ റോഡിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ഫണ്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഏകദേശം ഇപ്പോൾ തന്നെ 75 ലക്ഷം രൂപയുടെ ഫണ്ടുകൾ ഈ റോഡിലേക്ക് തന്നെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ റോഡ് ഉണ്ണിക്കോളനി സർപ്പക്കുളം മെഡിക്കൽ സെൻ്റർ റോഡ് എന്നറിയപ്പെടുന്ന റോഡ് നമ്മുടെ വാർഡിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒത്തിരി ചുറ്റി വളഞ്ഞു പോകുന്നു. അതായത് മിൽമ, കുരുക്കുന്നോരം പള്ളി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണ് ഈ റോഡ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ചന്തപ്പാറ കക്കാട്ടിൽ താഴം റോഡിന് 11 ലക്ഷം, കടുവേലിപ്പാടം ഫാം റോഡ് 25 ലക്ഷം, ഉന്നക്കുപ്പ കോക്കാപ്പള്ളി റോഡ് 10 ലക്ഷം എന്നിങ്ങനെ 46 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കി വരുന്നു. കുന്നുംപുറം ലക്ഷം വീട് പ്രദേശത്ത് മികവുറ്റ റോഡിനു വേണ്ടി MLA ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുകയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. ലക്ഷം വീട് പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് ഇതിലൂടെ സാക്ഷാത്കരിച്ചത്. കാക്കുച്ചിറ റോഡ് വീതിയില്ലാതെ ഒരു വാഹനം വന്ന അടുത്ത വാഹനം കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളുടെ മുതുകല്ലിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്ത് വളരെ ബുദ്ധിമുട്ടാണ്. 2 വണ്ടികൾ താഴേക്ക് മറിയുകയും അത് വീതി കൂട്ടി എടുക്കാനുള്ള ഒരു സംവിധാനത്തിലൂടെ നമ്മളുടെ സർക്കാരിൻ്റെ നല്ലൊരു പ്രവർത്തനം, ജില്ലാ പഞ്ചായത്ത്, MLA എല്ലാം സഹായിച്ചുകൊണ്ട് 8ാം വാർഡിന് നല്ലൊരു ഫണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഈ കാക്കുച്ചിറ മുതുകല്ല് റോഡിന് 25 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അരുൺ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മുതുകല്ലിൽ നിന്ന് വീതി കൂട്ടി കിട്ടുന്ന പറമ്പുടമ ജയന്തൻ നമുക്ക് സ്ഥലം സൗജന്യമായി തന്നെ വിട്ടു തന്നുകൊണ്ട് അതിൻ്റെ സൈഡ് കെട്ടി വീതി കൂട്ടി നമുക്ക് ഈ റോഡ് നല്ല ഫലപ്രദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100ഓളം നാട്ടുപാതകൾ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. കുരുക്കുന്നപുരം ബൈപ്പാസ് റോഡിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിച്ചു. കാക്കുച്ചിറ മുരിങ്ങാപ്പാടം റോഡിന് 25 ലക്ഷം അനുവദിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. വർഷകാലത്ത് സമൃദ്ധമായ ശുദ്ധജലം ലഭ്യമാകുന്നു. നിരവധി ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിലും വേനൽക്കാലത്ത് കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ജനതയായിരുന്നു 5 വർഷങ്ങൾക്ക് മുൻപ് മാറാടി പഞ്ചായത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി ഏറെ പ്രാധാന്യം നൽകിയതും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായിരുന്നു. മാറാടി ഗ്രാമപഞ്ചായത്തിലാകമാനം നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഇക്കാലയളവിൽ ഭരണസമിതി പൂർത്തിയാക്കിയത്. വർഷകാലത്ത് സജീവമാകുന്ന നിരവധിയായ ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിലും വേനൽക്കാലമായാൽ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു ജനതയായിരുന്നു 5 വർഷങ്ങൾക്ക് മുൻപ് മാറാടി ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നത്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവുമധികം മുൻതൂക്കം നൽകിയതും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായിരുന്നു. മാറാടി പഞ്ചായത്തിലാകമാനം നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഇക്കാലയളവിൽ ഭരണസമിതി പൂർത്തീകരിച്ചത്. സമൂഹത്തിൻ്റെ പൊതുവായ വികസനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭരണത്തിൻ്റെ പ്രത്യേകത. അതോടൊപ്പം നമ്മുടെ അടിസ്ഥാന മേഖല, പശ്ചാത്തല മേഖലകളിലെല്ലാം നമുക്ക് വലിയ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മാറാടി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ശൂലം കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശൂലം പെരുന്തോടിന് കുറുകെ ചെക്ക് ഡാം നിർമ്മിച്ചു. വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്ന ഈ ആവശ്യം പരിഹരിച്ചതിലൂടെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. നമ്മുടെ ഈ 13-ാം വാർഡിൽ വെള്ളത്തിന് വളരെയധികം ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു വാർഡാണ്. ഈ വാർഡിൽ നീർത്തടത്തിൻ്റെ ഭാഗമായി ഒരു ചെക്ക് ഡാം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും പഞ്ചായത്ത് ഭരണസമിതിക്ക് സമർപ്പിക്കുകയും അതിന് അനുമതി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 33 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു ചെക്ക് ഡാം നിർമ്മിക്കുകയും അതിൽ നിന്ന് ഇപ്പോൾ കൊള്ളിക്കാട്ടുശ്ശേരി, പടിഞ്ഞാറേമല, പൊട്ടർകാട് എന്നീ ഭാഗങ്ങളിൽ വെള്ളം ലഭിക്കുകയും ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുകയും നമ്മളുടെ കിണറുകളിൽ നീരുറവ ഉണ്ടാവുകയും കൂടുതലായി ആളുകൾക്ക് ജലക്ഷാമം പരിഹരിക്കുന്നതിനും ഈ പദ്ധതി മൂലം നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. വേനൽക്കാലത്ത് ചെക്ക് ഡാമിൽ വെള്ളം സംഭരിക്കുന്നതിലൂടെ കൊള്ളിക്കാട്ടുശ്ശേരിയിലും കൊട്ടാർക്കാടിലെയും കിണറുകളിൽ നീരുറവ രൂപപ്പെടുകയും പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്തു.